ഡീറ്റെയിൽസ് ഓഫ് ദി ഓൾട്ടർ, യാഗപീഠത്തിനെ കുറിച്ചുള്ള വിശദീകരണം, നമ്മുടെ ഇന്നുള്ള നിലവിലുള്ള പള്ളികളുമായിട്ടുള്ള കണക്ഷൻ, ഇതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓൾട്ടറിനെ കുറിച്ച് അല്ലെ യാഗപീഠത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെ കൊണ്ട് പറയുമ്പം അല്പം ആഴത്തിലേക്ക് ഇറങ്ങിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കർത്താവിന് വലിയ നിർബന്ധമാണ് കർത്താവിനെക്കുറിച്ചറിയുക. നമ്മൾ 3 ഘടകമാണ് നമുക്കുള്ളത്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുമ്പോൾ 3 ഘടകം. ദൈവം എന്ന് പറയുമ്പോൾ തൃത്വമാണ്, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. വളരെ മനസ്സിലാക്കാൻ പാടുണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ആത്മാവിൽ പഠിക്കേണ്ടതാണ്. ഇത് ജഡത്തിൽ നമ്മൾ ആർഗ്യൂ ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതിൽ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തത, അവൻ വിശ്വസിക്കുക എന്ന് പറയുന്നത്, ദൈവം എഴുതി വച്ചിരിക്കുന്നത് ശരിയാണ്, അത് ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോഴാണ് അതിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ദി ഓൾട്ടർ എന്ന് പറയുമ്പോൾ ഈ 3 ഘടകം ദേഹം, ദേഹി, ആത്മാവ് നമുക്കുണ്ട്. അതുപോലെ തന്നെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മ തൃത്വമുണ്ട്. പിന്നെ ദൈവത്തിന് നമ്മുടെ ആത്മാവിനെയാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത്. നഷ്ടപ്പെട്ട് നമ്മൾ പാപം ചെയ്തപ്പോൾ നമ്മുടെ ആത്മാവ് മരിക്കുകയും ജഡം ശക്തി പ്രാപിച്ചിട്ട് നമ്മൾ തന്നെത്താനെ ദൈവത്തെക്കാട്ടി ഞാൻ തന്നെ ചെയ്യാം, ഞാൻ തന്നെ ചെയ്തോളൂ, ഞാൻ തന്നെ, നമ്മൾ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കും ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യണം, എല്ലാം തന്നെ ചെയ്യണം. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കണക്ക് തെറ്റാണ്. അവരുടെ കഴിവനുസരിച്ച് അവർ ചെയ്യണം. പക്ഷെ ആവശ്യമുള്ളപ്പോൾ അവർ അപ്പനെ അമ്മയും ആശ്രയിക്കാനും അല്ലെ അതിനു വേണ്ടിയും പ്രായമുള്ളവർ അതിന് കഴിവുള്ളവരോട് നിന്ന് ചോദിക്കുന്നത് ഒരു വിനയം, അങ്ങനെ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഇല്ല. അപ്പം നമുക്ക് ഈ ഗൂഗിളൊക്കെ ഉള്ളത് കൊണ്ട് ഇത് ആരോടും ചോദിച്ചില്ലെങ്കിലും എല്ലാ കാര്യം അതിൽ നോക്കി പഠിക്കാം. അതുകൊണ്ട് ഒരപ്പൻ്റെയും വല്യപ്പച്ചൻ്റെയും അല്ലെ വല്യമ്മച്ചയുടെയും പദവിയൊന്നും ദൈവം മാറ്റിയിട്ടില്ല. അത് മാനിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമായിട്ട് മാറും. അതല്ലെങ്കിൽ നീ വഴിതെറ്റിപ്പോയാൽ നിനക്ക് നാശം വരും. അവൻ 2 എണ്ണം മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഓൾട്ടർ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നിലുള്ള ജഡം ധരിക്കാനാണ്. അതുകൊണ്ട് ഈ പഴയ നിയമത്തിൽ ഓൾട്ടർ അല്ലെങ്കിൽ യാഗപീഠത്തിന്മേൽ മൃഗങ്ങളെ കത്തിക്കുമ്പോൾ എന്നിലുള്ള പാപമാണ് പകരം പാപം പിടിച്ച മൃഗം ഏറ്റെടുത്ത് നമ്മളതിന് പാപത്തെ മൂടിക്കളയുന്നത്. അപ്പോൾ എത്ര മൃഗങ്ങൾ എനിക്ക് വേണ്ടി ഇന്ന് ആ നിയമം ആയിരുന്നെങ്കിൽ എത്ര എണ്ണം ദിനം പ്രതി നമ്മൾ യാഗമാക്കി കൊടുക്കേണ്ടി വരുന്നു. ഭർത്താവ് പറയുന്നത് ഓൾട്ടർ ഉണ്ടാക്കി വെക്കുന്നു. ഓൾട്ടർ എവിടെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്ക് ഓഫ് ദ കവനന്റ് അല്ലെങ്കിൽ സമാഗമന കൂടാരം മോശ ഉണ്ടാക്കിയ പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ വസിക്കാൻ വേണ്ടി ഒരു സമാഗമന കൂടാരം അല്ലെങ്കിൽ പെട്ടകം ഉണ്ടാക്കണം ദൈവം പറഞ്ഞു. അതിന് 3 ഘടകമുണ്ട്. 1 പ്രാകാരം, ജാതികൾക്കുള്ളതാണ്. 2 വിശുദ്ധ സ്ഥലം, ഹോളി പ്ലേസ്. 3-മത്തേത് അതിവിശുദ്ധ സ്ഥലം, ദ ഹോളി ഓഫ് ഹോളീസ്. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവല്ല വേറെ ആരും ഇരിക്കരുത്, വേറെ ആരും കൊണ്ടുവരരുത്, അത് നാശമാണ്. അതുകൊണ്ടാണ് 1-ാം കൽപ്പന പറയുന്നത് യഹോവയാകുന്ന ദൈവം അല്ലാതെ വേറെ ദൈവമില്ല. അവിടെ ഈ 1-ാം കൽപ്പന തെറ്റി. പുതിയ നിയമത്തിൽ നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടെ സ്നേഹിക്കണമെന്ന് പറയുന്നത് ആ ഒരു ആത്മാവിരിക്കേണ്ട തലത്തിൽ വേറൊരാളും ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവം നമ്മളെ അനുവദിക്കുന്നുമില്ല. പിന്നെ നമ്മൾ തന്നെ ചെയ്ത് ഓരോ ബലഹീനത വന്നു കഴിഞ്ഞിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ബൈബിൾ വിൽ നെവർ എവർ ചേഞ്ച്. അത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ടത് തന്നെയാണ്. ഈ ഓൾട്ടർ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ യാഗപീഠം നമ്മളെ കരിക്കാനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഈ പ്രാകാരം കഴിഞ്ഞിട്ട് വിശുദ്ധ സ്ഥലത്തോട്ട് കയറുന്നതിൻ്റെ വാതിക്കൽ ഇത്, അതായത് പണ്ടത്തെ സമാഗമന കൂടാരത്തിൽ അവിടെയാണത് വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ ആടുകളെയും കാളക്കിടാവിനെ എല്ലാത്തിനെയും അറുത്ത് അതിൻ്റെ രക്തം മാറ്റി അതിൻ്റെ ശരീരത്തിന് അതിൻ്റെ മേധസ് മുഴുവൻ കരിച്ച് കളഞ്ഞ്, ചിലതിനൊക്കെ ഈ ചില യാഗങ്ങൾക്ക് പൂർണ്ണമായിട്ടും കരിച്ച് കളയും, ചിലതിന് അതിൻ്റെ മേധസ് മാത്രം എടുത്ത് കളിച്ചേച്ച് അതിൻ്റെ മസിൽസ് എടുക്കുന്നത് കാണാം, അതിൻ്റെ ഇറച്ചി എടുത്ത് മാറ്റും. അപ്പം നമ്മൾ എന്തിനാ ഈ കത്തിക്കുന്നത്? നമ്മുടെ മേധസ് മാറും. തന്നെ ഈ ലോകത്തിൽ ജീവിച്ച് നമ്മൾ പഫപ്പ് ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു വിലയില്ല. അതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നത് പുറപ്പാടിൻ്റെ 27 എഴുതിയിരിക്കുന്നു. 27 1 തൊട്ട് വായിക്കുകയാണ് കുറച്ച് ഭാഗം. 5 മുഴം നീളവും 1 മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 അടിയാണ്. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. വ്യക്തമായിട്ട് ദൈവം സംസാരിക്കും, വ്യക്തമായിട്ട് സംസാരിക്കുന്നത് ഇന്നും സംസാരിക്കുന്നുണ്ട് കേൾക്കേണ്ടിയവർക്ക്. അപ്പോൾ യാഗപീഠം സമചതുരമായിരിക്കണം, അല്ല
ഒരേ സ്ക്വയറായിട്ടിരിക്കണം. അതിൻ്റെ സമചതുരം 3 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. 5 മുഴം നീളവും വീതിയും. അപ്പോൾ അത്രയും പൊക്കമില്ല, 3 മുഴം. അതിൻ്റെ 4 കോണിലും കൊമ്പുണ്ടാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. അല്ല, കട്ടിയുള്ള മെറ്റൽ കൊണ്ടാണ് അത് പൊതിയേണ്ടത്. അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീ കലശങ്ങളും ഉണ്ടായിരിക്കണം. അതായത് യാഗപീഠത്തിന്മേൽ കെറ്റുമ്പോൾ ഒരു ഗ്രില്ല് പോലൊരു സാധനമുണ്ട്. നമ്മളതിനെ വസ്തുവിന് ആടിനെയോ അല്ലെ പശുവിനെ കയറ്റി വെച്ച് തീ കത്തിക്കുമ്പോൾ അതിൻ്റെ ഫാറ്റ് വീഴുമ്പോൾ അതേന്ന് വീഴുന്നത് കൊണ്ട് തീ കത്തിക്കൊണ്ടിരിക്കും. ഫാറ്റെല്ലാം തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ മസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇറച്ചി എടുത്ത് മാറ്റും. ചിലപ്പോൾ അതിനെ മുഴുവൻ കഴിച്ചു കളയും. ചിലപ്പോൾ അതിനെ പുരോഹിതന്മാർ അതിൻ്റെ കുറങ്ങെടുത്തുകൊണ്ട് പോകുന്നു കേൾക്കാം. ഏതാണ്ടാണേലും അത് പലതരത്തിലുള്ള യാഗങ്ങളുണ്ട്, പലതരത്തിലുള്ള യാഗങ്ങൾ. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള യാഗങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഈ 5 തരത്തിലുള്ള യാഗങ്ങൾ പഴയ നിയമത്തിലുള്ളത്. ഒന്ന് ബേൺഡ് ഓഫറിങ്സ്, അതായത് മൃഗങ്ങളെ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും കത്തിച്ച് കളി, അതാണ് ബേൺഡ് ഓഫറിങ്സ്, മുഴുവൻ കരിച്ചു കളി. രണ്ടാമത്തേത് ഗ്രെയിൻ ഓഫറിങ്, അതായത് നമുക്കുള്ള ഫലം, നമ്മുടെ ഗോതമ്പ്, ചോളം, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ എന്താണ് ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയും. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ കൊണ്ട് വേവ് ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. അതിന് ഗ്രെയിൻ ഓഫറിങ് എന്ന് പറയും. പീസ് ഓഫറിങ്, സമാധാനത്തിനുള്ള, അതായത് ഇവിടെ ആനിമൽസിനെ പോർഷൻ ഓഫ് ദി ആനിമൽ മാത്രമേ ഇതുകൊണ്ട് കരിച്ച് കളയത്തുള്ളൂ. പോർഷൻ അവർ ഉപയോഗിക്കും. അതിപ്പം ദൈവവുമായിട്ടുള്ള ഒരു റീജോയിനിങ്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് സമാധാനം ഉണ്ടാകും. ഇതിനെ സമാധാനത്തിൻ്റെ പീസ് ഓഫറിങ് എന്ന് പറയുന്നത്. സിൻ ഓഫറിങ്, ഇവിടെ മൃഗത്തിനെ മുഴുവനായിട്ട് കരിച്ച് കളയും. കാരണം പാപം തൊട്ടതൊന്നും ദൈവത്തിന് വേണ്ട. അതുകൊണ്ട് ഇത് മാൻഡേറ്ററിയാണ്, ഇത് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റൻഷനലായിട്ട്, അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്ക് ദൈവം കഠിനമായിട്ട് അതിനെ മുഴുവൻ കരിച്ച് കളയണം. കാരണം അത് നാശമാണ്, അത് ഒട്ടും വെക്കരുതെന്നുള്ളതാണ്. അതിനാണ് സിൻ ഓഫറിങ്. ട്രെസ്പസ് ഓഫറിങ്, അകൃത്യയാഗമാണ് അത്. അതായത് അത് മാൻഡേറ്ററിയാണ്. ഇതെല്ലാം ദൈവത്തിൽ പുറപ്പാടിനകത്ത് ഏകദേശം 20 തൊട്ടുള്ള അധ്യായങ്ങളിലോട്ട് വായിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ലേവ്യ പുസ്തകത്തിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സാക്രിഫൈസ് എല്ലാം ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഓൾട്ടറിൽ വെക്കുന്നത് നമ്മുടെ പാപയാഗത്തിനാണ് ചെയ്യുന്നത്. ഓൾട്ടറിൽ വെക്കുന്ന മൃഗം മിക്കവാറും ഒട്ടുമുക്കാലും കരിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്രാസ് അല്ലെങ്കിൽ താമ്രം കൊണ്ട് ഇത് പൊതിഞ്ഞു വെച്ചിരിക്കുമ്പം അതിൻ്റെ മേൽ ഈ മൃഗത്തിനെ വെച്ച് കരിക്കുമ്പം ആ തടി കരിയുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ വെണ്ണീർ, ചാരമെന്ന് പറയുന്നത്, അതെടുക്കാൻ പ്രൊവിഷൻ താഴെയുണ്ട്. അതിനുള്ള ചട്ടികളുണ്ട്, അതിനുള്ള ചട്ടുകങ്ങളുണ്ട്, മുള്ളുണ്ട്, കൊളുത്തുകളുണ്ട്, പിന്നെ തീ കലശങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഈ പാത്രങ്ങളെല്ലാം നമുക്ക് അടുത്ത് തന്നെ വെച്ചിരിക്കുക. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ടുണ്ടായിരിക്കണം. അതായത് അത് പൊട്ടിപ്പോകുന്നതല്ല. അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാകണം. ജാലത്തിന്മേൽ 4 കോണിലും, അതായത് ഒരു പെട്ടി പോലെ ഉണ്ടായിട്ട് അതിൻ്റെ 2 സൈഡിലും വളയം പോലെ വെച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം ഈ പഴയ നിയമത്തിൽ യാഗപീഠങ്ങൾ ഇവർ പോകുന്നിടത്തെല്ലാം പൊക്കിക്കൊണ്ട് നടക്കും. അന്നേരം അത് പുരോഹിതന്മാരുടെ തോളത്ത് വെച്ചുകൊണ്ടാണ് അവർ കൊണ്ടുപോയത്. യാഗപീഠത്തിന് കതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. തണ്ടുകൾ വളയത്തിലിടണം. യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ 2 ഭാഗത്തുണ്ട്. ഈ തണ്ടുകളിൻ്റെ 2 ഭാഗത്തും ഈ സ്ക്വയറായിട്ടുള്ള ടേബിളിൻ്റെ പുറത്ത്, അതായത് ഒരു ഹോളാണ്, നടുക്ക് കുഴിയുണ്ട്. അവിടെയാണ് ഈ നെറ്റ് പോലത്തെ, അല്ലെങ്കിൽ താമ്രം കൊണ്ടൊരു ഒരു ഒരു നെറ്റ് പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മേളിൽ വെക്കുമ്പം, അല്ലെങ്കിൽ ഗ്രില്ല് പോലെ, എന്നിട്ട് അതിൻ്റെ അടിയിലോട്ടാണ് ഈ ഫാറ്റ് വീഴുന്നത്. ആ ഫാറ്റ് മുഴുവൻ കത്തിപ്പോകുന്നത്. എന്താണ് ചെയ്യുന്നതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ഉദ്ദേശം എന്തുവാ? പാപം കൊണ്ട് നമ്മൾ ദിനംപ്രതി മലിനമാകുന്നു. പാപം കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന പ്രാർത്ഥന കേൾക്കുന്നില്ല. കർത്താവിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ ഒക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പാപയാഗം ചെയ്യുന്നത്. അതായത് നമ്മുടെ പാപത്തെ കരിച്ചു കളയണം. ഈ പാപത്തിനെ കരിച്ചു കളയാൻ, അതായത് പാപമില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശുക്രിസ്തു നമുക്ക് പാപയാഗമായിട്ട് തന്നെത്താനെ ചെയ്യിപ്പിക്കുന്നത്. അത് നമ്മുടെ പാപമില്ലാത്തവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുക ചെയ്തത്. അത് ചിന്തിച്ചതിൻ്റെ ആഴം വലുത് തന്നെയാണ്. ദൈവം എത്രമാത്രം, പിതാവാം ദൈവം തൻ്റെ പുത്രൻ ക്രൂശിന്മേൽ കയറി അവൻ നമുക്ക് വേണ്ടി യാഗവസ്തുവായി തൻ്റെ രക്തം ഒഴുകുമ്പം കർത്താവ് യേശുക്രിസ്തു വിളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്, കരയുന്നത്, എലി എലി ലമാ സബക്താനി, പിതാവാം ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന്. കൈവിടുക എന്ന് പറയുന്നത് പാപവും ദൈവവും കൂടെ ചേരത്തില്ല. അപ്പം മനുഷ്യൻ്റെ പാപം യേശുക്രിസ്തു ഏറ്റെടുത്തപ്പോൾ, നമ്മുടെ പാപം അവൻ്റെ മേലേക്ക് മാറിയപ്പോൾ പിതാവും ദൈവം കണ്ണടച്ചു.
അതാണ് യേശുവിന് സഹിക്കാൻ വയ്യാത്തത്. അതായത് ഈ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഭാര്യ ഭർത്താവിനോട് മിണ്ടാതാകുക, ഭർത്താവ് ഭാര്യയെ കാണാതാകുക, അതൊക്കെ സഹിക്കാം. മരിക്കുന്നത് കുറിച്ച് കഴിയുമ്പോൾ നമ്മൾ മറക്കും. പക്ഷെ ഇതെന്നും ടോർച്ചർ ചെയ്യാണിത്. അതൊരിക്കലും ഉണ്ടാകരുത്. അപ്പനും അമ്മയും മക്കളോട് മിണ്ടാതാകുക, മക്കൾ അപ്പനെയും അമ്മയും കാണാതാകുക, അതൊരു അമ്മയോടൊരപ്പൻ മക്കൾ മിണ്ടാതിരിക്കുക, അതൊക്കെ ഭൂമിയിൽ ഉണ്ടാകരുത്, ഉണ്ടാകരുത്, ഉണ്ടാകരുത്. അതെല്ലാം ശാപമാണ്. അത് അഴിഞ്ഞു പോകണം. ഈ യാഗപീഠത്തിൻ്റെ ക്ലാസ് തീർക്കുമ്പോഴത്തേക്ക് ഈ ബന്ധനങ്ങളെല്ലാം കർത്താവ് തന്നെ വന്ന് ഈ ചാര എടുത്തിട്ട് ദൂരെ കളയുന്നത് പറഞ്ഞു ദൈവം എടുത്ത് കളയും. മോശയുടെ കാലത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം തമ്പുരാന് വിപരീതമായിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി, സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവമാണെന്നും പറഞ്ഞതിന് ഇതാണ് ഞങ്ങളെ കൊണ്ടുവന്ന്. മനുഷ്യൻ എത്ര പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് മാറിയത്. ദൈവത്തിന് കോപമുണ്ടായി, മോശയ്ക്കും കോപമുണ്ടായി. എന്നിട്ട് ഈ കാളക്കുട്ടിയെ കരിച്ച് ഇടിച്ച് പൊളിച്ച് കിദ്രോൻ തോട്ടിൽ ഒഴുക്കിക്കളയും. അതുപോലെ തന്നെ നമ്മൾ സീരിയസ് ആയിട്ട് പാപത്തെ വെറുക്കുന്നു, ഈ സാഹചര്യത്തെ ഞാൻ വെറുക്കുന്നു എന്ന് പറയാനുള്ള കൃപയുണ്ടാകണം. അത് നമ്മൾ ദൈവാത്മാവിലല്ലാതെ പറയാനൊക്കത്തില്ല. ഭർത്താവ് രാജദണ്ണ്, ചിലപ്പോൾ രാജദണ്ണ് അനുകൂലമായിട്ട് നീട്ടും, ചിലപ്പോൾ രാജദണ്ണ് ദുഷ്ടനെ വേട്ടി തീ കത്തിച്ചിട്ട് എൻ്റെ മക്കളെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞുള്ള വചനം അയച്ചിട്ടാണ് അയക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ. തലമുറകൾ നശിച്ചു പോകാതെ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവം നമ്മുടെ കൂടെ വന്ന് നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദിവസമായിട്ട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യാഗപീഠം ഇന്ന് പുതിയ നിയമത്തിൽ ഞങ്ങൾ യാഗപീഠം എന്ന് പറയും. ക്രിസ്തു ക്രൂശിന്മേൽ കയറിയപ്പം ഇന്ന് മൃഗങ്ങളെ ഞങ്ങൾ കർത്താവെ കുരുതി കഴിക്കുന്നില്ല. എന്നാൽ ഞങ്ങളുടെ പള്ളികളിലൊക്കെ ഈ 3 സ്ഥലത്തിന് വരെ 4 സ്ഥലമായിട്ട് കാണിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവിൽ അതിൻ്റെ പൂമുഖമുണ്ട്, പിന്നെ ആളുകൾ കൂടിയിരിക്കുന്ന ഭാഗമുണ്ട്, പിന്നെ ആ അഴിക്കകത്തൊന്ന് പറയുന്ന ഒരു സ്ഥലം, അത് വിശുദ്ധ സ്ഥലമെന്ന് പറയും. മറ്റേതും വിശുദ്ധ സ്ഥലമായിരിക്കണം. അതിവിശുദ്ധ സ്ഥലം നമ്മുടെ മദ്ബഹായാണെന്ന് പറയുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ അതിവിശുദ്ധ സ്ഥലത്തെ പുരോഹിതന്മാർ പഴയ നിയമത്തെ പോലെ തന്നെ കയറി ചെന്ന് ദൈവത്തിൻ്റെ അടുക്കൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചന കഴിക്കുകയും ചെല്ലുമ്പോൾ കർത്താവെ അവർ നിന്നെ ഓർത്താണ് അത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആത്മാവിൻ്റെ തീ അവിടോട്ട് ഇറക്കി എല്ലാം ഒരു പോർട്ടലാക്കി മാറ്റി ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഒന്നിച്ചാക്കുന്ന സമയമാക്കി മാറ്റണം കർത്താവേ. നീ ഞങ്ങളിൽ വസിക്കുന്നുവെങ്കിലും പരിശുദ്ധാത്മാവിനെ തീ കത്തിക്കാൻ ആഴ്ചതോറും ജനങ്ങൾ കടന്നു വരുമ്പോൾ നിന്നെ കണ്ടുകൊണ്ട് മാത്രം തിരിച്ചു പോകാൻ മേലായ നാമമെന്ന് ക്രിസ്തു, യേശു ക്രിസ്തുവാകുന്ന സ്വന്തം പുത്രൻ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറിയതിനാൽ, അവൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിനാൽ, പാപപരിഹാരമായിട്ട് കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി യാഗവസ്തുവായിട്ട് നിന്നെ കൊടുത്തതിനാൽ ഞങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലുള്ള ശാപം എന്നേക്കും മാറിപ്പോയിരിക്കാൻ തക്കവണ്ണം ഒരു രക്തം ചൊരിഞ്ഞ ഒരു യാഗം അവിടെ നടത്തിയെങ്കിൽ ഇന്ന് ചർച്ചുകളിൽ രക്തം ഇല്ലാത്ത ഒരു ചൊരിച്ചിൽ കർത്താവിന് ഒരു ഓർമ്മയ്ക്കായിട്ട് അവർ ചെയ്യുന്നുവെങ്കിൽ കർത്താവേ അത് വിശുദ്ധ കൃപകളായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുന്ന സമയമാക്കി, ജനങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്നിച്ചാക്കുന്ന സമയമാക്കി, കർത്താവെ ദൂരസ്ഥരും സമീപസ്ഥരും ഒന്നിച്ചാക്കുന്ന സമയമാക്കി, ഹൃദയങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുത്ത് തലമുറകളെ വീണ്ടെടുക്കുന്ന ഒരു വലിയൊരു ശുശ്രൂഷയാക്കി അത് മാറ്റിയെടുക്കണം. തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അനേക കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സഹോദരൻ, ഭവനങ്ങളിലുള്ളവർ എല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവെ പ്രാർത്ഥിച്ച് കുടുംബങ്ങളെയും ദേശത്തെയും സഭയെയും ശിക്ഷിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെ വരമിട്ട് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അധികാരത്തിനെ ചോദ്യം ചെയ്യാൻ ദുഷ്ടൻ അനുവാദം കൊടുക്കത്തില്ല കർത്താവേ. നിൻ്റെ അധികാരത്തിൻ്റെ മുകളിൽ വേറൊരു അധികാരം ഇല്ലല്ലോ കർത്താവേ. യു ആർ എ സോവറിൻ ഗോഡ്. വലിയ ശക്തനായ ദൈവം ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി രാജാധി രാജാവ്, കർത്താധി കർത്താവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, 4 പേരോടുകൂടി വിഷയായി പറയുന്നവൻ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ നിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ, നിൻ്റെ അധികാരത്തെ ധൈര്യമായിട്ട് പറഞ്ഞ് തലമുറകൾക്ക് പാസ് ചെയ്ത് ഒരിക്കലും മാറത്തില്ല എന്ന് പറയുന്നിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ഒരു നിമിഷം കൊണ്ട് മാറ്റിത്തരുന്ന ദൈവം തൻ്റെ വിശ്വസ്തത കർത്താവ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുമ്പോൾ നീ അത് കാണിച്ചു തരുന്നതിന് സ്തോത്രം. നിന്നെ അറിയുന്ന ഭാഗ്യം വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നിൻ്റെ അടുക്കൽ വന്ന് പ്രാപിച്ചെടുക്കാനുള്ള കൃപയും ഇട്ട് തരണം. നിൻ്റെ രാജദണ്ണ് നീ നീട്ടിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം. ശത്രുവിനെ മാറ്റി
മിത്രങ്ങളാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിൽ ദുഷ്ടനെ മാറ്റി അവനെ ഇല്ലാതാക്കും. എന്നാൽ ദൈവമക്കളെ നീ ഒന്നിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അനേക അമ്മയപ്പന്മാർ സ്വന്തം മക്കൾക്ക് വേണ്ടി ഓരോരുത്തരും നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ തിരിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ച ആ വലിയ വിളിക്കനുസരിച്ച് കടന്നു വരാൻ തക്കവണ്ണം ഓരോ മക്കളെ നീ മാറ്റിയെടുത്ത് രൂപാന്തരപ്പെടുത്തുന്നതിന് സ്തോത്രം. രക്തം, വി പ്ലീഡിങ് ദ ബ്ലഡ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ രക്തം മാത്രം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. കർത്താവിൻ്റെ രക്തത്താലെ ഞങ്ങൾ ജയമെടുക്കുക. പക്ഷേ നാഥൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.